ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ബോർഡർ കച്ചും അതിൻ്റെ ഫില്ലിങ്ങും. ഡയമണ്ട് ഷേപ്പ് 5 ചേർന്നിരിക്കുന്നതാണ് വരയ്ക്കുന്നത്. ഓരോന്നിനും വാല് വരയ്ക്കുക. നമ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 വരെ. സൂചി ഒന്നിലൂടെ കുത്തിയെടുക്കുക. രണ്ടിലൂടെ കുത്തിയിറക്കി 3ലൂടെ തിരിച്ച് കയറ്റുക. 3ലൂടെ കയറ്റുമ്പോൾ നൂല് സൂചിയുടെ അടിവശത്തായിട്ട് വേണം വരാൻ. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഞാനിതിൽ 6 നൂലിട്ടാണ് ചെയ്യുന്നത്. നല്ല ഫില്ലിങ്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. നൂല് വരുന്ന വശം നോക്കുക. അത് 4ലോട്ടാണ് പോകുന്നത്. 4ൽ കുത്തി ഇറക്കി 5ലൂടെ സൂചി കയറ്റുക. അടുത്ത നൂലിൻ്റെ വശം 6ലോട്ടാണ് പോകുന്നത്. 6ൽ കുത്തിയിറക്കി 7ലൂടെ സൂചി കയറ്റാം. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. പതിനൊന്നിൽ നിന്നും 12ലേക്ക്. 12ൽ കുത്തി 13ലൂടെ സൂചി എടുക്കുന്നു. 13ൽ നിന്നും 14ലേക്ക്. 15ൽ നിന്നും 16ലേക്ക് പോകുമ്പോൾ ചുമന്ന നൂലിൻ്റെ അടിയിൽ കൂടി വേണം പോകാൻ. ഇവിടെ തെറ്റാതെ നോക്കണം. 16ൽ കുത്തി 17ലൂടെ എടുക്കുക. 17ൽ നിന്നും 18ലേക്ക് പോകുമ്പോൾ നൂല് മുകളിൽ കൂടി തന്നെ വരണം. ഒരു വശത്തുനിന്ന് അടിയിൽ കൂടി പോവുകയാണെങ്കിൽ മറുവശത്ത് വരുമ്പോൾ നൂല് മുകളിൽ കൂടി വരണം. അടിയിൽ കൂടി മുകളിൽ കൂടി, അത് തെറ്റരുത്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഇരുപത്തിരണ്ടിൽ കുത്തിയിറക്കി 23ലൂടെ സൂചി എടുക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത 1 പോയിന്റിൽ നൂലിൻ്റെ ഇടയിൽ കൂടെ എടുത്ത് 24ലേക്ക് കുത്തിയിറക്കുക. ബോർഡർ കച്ച് ഒറ്റ സംഖ്യയിലാണ് പോകുന്നത്. 3 5 7 അങ്ങനെ. ഫില്ലിങ്ങിനായി 3 ഡയമണ്ട് ഷേപ്പ് ചേർന്നിരിക്കുന്നതാണ് വരച്ചിരിക്കുന്നത്. സൂചി ഒന്നിലൂടെ കുത്തിയെടുക്കുക. 2ൻ്റെയും 3ൻ്റെയും ഇടയിലുള്ള നൂലിൻ്റെ ഇടയിൽ കൂടി കയറ്റി ചുമന്ന നൂലിൻ്റെ അടിയിൽ കൂടിയും നീല നൂലിൻ്റെ മുകളിൽ കൂടിയും വരുന്ന രീതിയിൽ പുറത്തേക്ക് എടുക്കുക. തൊട്ടടുത്തുള്ള ഡയമണ്ട് ഷേപ്പിൻ്റെ അകത്തൂടെ കയറ്റുക. അപ്പോൾ അവിടെ ലോക്കായത് നമുക്ക് കാണാൻ പറ്റും. വീണ്ടും 12നും 13നും ഇടയിലുള്ള നൂലിൻ്റെ ഇടയിൽ കൂടി കയറ്റുക. ചുമന്ന നൂലിൻ്റെ അടിയിൽ കൂടിയും നീല നൂലിൻ്റെ മുകളിൽ കൂടിയും വരുന്ന രീതിയിൽ എടുക്കുക. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. തൊട്ടടുത്തുള്ള ഡയമണ്ട് ഷേപ്പിൻ്റെ അകത്തൂടി എടുക്കുക. ഇവിടെ ലോക്കായിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ബോർഡർ കച്ച് തെറ്റി. എട്ട് 9 നൂലിൻ്റെ ഇടയിൽ കൂടി കയറ്റാം. ചുമന്ന നൂലിൻ്റെ അടിയിൽ കൂടിയും നീല നൂലിൻ്റെ മുകളിൽ കൂടിയും വരുന്ന രീതിയിൽ എടുക്കുക. കറങ്ങി 10ലേക്ക് പോവുക.
10-11 നൂലിൻ്റെ ഇടയിൽ കൂടി കയറ്റുക. ചുമന്ന നൂലിൻ്റെ അടിയിൽ കൂടിയും നീല നൂലിൻ്റെ മുകളിൽ കൂടിയും വരുന്ന രീതിയിൽ എടുക്കുക. ഇതിലേക്ക് ആദ്യം വന്ന നീല നൂലിൻ്റെ ഇടയിൽ കൂടി കയറ്റി ചുമന്ന നൂലിൻ്റെ മുകളിൽ കൂടി വരുന്ന രീതിയിൽ എടുക്കുക. ചുമന്ന നൂലിൻ്റെ അടിയിൽ കൂടിയും നീല നൂലിൻ്റെ മുകളിൽ കൂടിയും വരുന്ന രീതിയിലേക്ക് എടുക്കുക. നാല് 5 ഇടയിൽ വരുന്ന നൂലിൻ്റെ ഇടയിൽ കൂടി എടുക്കുക. ചുമന്ന നൂലിൻ്റെ താഴെ കൂടിയും നീല നൂലിൻ്റെ മുകളിൽ കൂടിയും വരുന്ന രീതിയിൽ എടുക്കുക. ആദ്യം കൊണ്ടുവന്ന നീല നൂലിൻ്റെ അടിയിൽ കൂടി ചുമന്ന നൂലിൻ്റെ മുകളിൽ കൂടിയും വരുന്ന രീതിയിൽ എടുക്കുക. വീണ്ടും കറങ്ങി ചുമന്ന നൂലിൻ്റെ അടിയിൽ കൂടിയും നീല നൂലിൻ്റെ മുകളിൽ കൂടിയും വരുന്ന രീതിയിൽ എടുക്കുക. ഒന്നിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത നീല നൂലിൻ്റെ ഇടയിൽ കൂടിയും ചുമന്ന നൂലിൻ്റെ മുകളിൽ കൂടിയും വരുന്ന രീതിയിൽ എടുക്കുക. ഒന്ന് 16 നൂലിൻ്റെ ഇടയിൽ കൂടി വന്ന് ചുമന്ന നൂലിൻ്റെ അടിയിൽ കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് കുത്തിയിറക്കുക. നമ്മുടെ ബോർഡർ കച്ച് വിത്ത് ഫില്ലിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരുന്നുണ്ട്. ഗ്യാപ്പില്ലാതെ ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ. അടുത്ത വീഡിയോയിൽ സിംഗിൾ എക്സ്റ്റൻഷനുമായി കാണാം. ബൈ ബൈ.